എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലാവതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സ് ഇപ്പം ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഓഫ് ആക്കിയിരിക്കുകയാണ്. കാരണം കമൻറ്റ് മാത്രം ചെയ്യരുത്. എൻ്റെ ഒരു തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇന്ന് വരെ ഞാൻ പ്രൗഡ്ലി പറയുന്നു, ഞാൻ ബിഗ് ബോസ് റിവ്യൂ ഇട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. അതെ, ജയിച്ചിട്ടില്ല. ഈ സീസണിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരുണ്ട്. കഴിഞ്ഞ സീസണിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത ആളുണ്ടായിരുന്നു. ഞാൻ ജീവിതം നശിപ്പിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പോയി ഒരു നാണം ഉടുപ്പും ഇല്ലാതെ വീഡിയോസ് ഒക്കെ എടുക്കാൻ നിന്നിട്ടുമുണ്ട്. അതെ, ഈ സീസണിൽ എനിക്ക് ആരെയും ഇഷ്ടമല്ല, അത് പൊതുവെ എല്ലാവരും പറയുന്നത് തന്നെയാണ്. പക്ഷേ എനിക്കിത് പറയാൻ കിട്ടിയ അവസരമാണ്. കാരണം എൻ്റെ നേർക്ക് ഞാൻ പറഞ്ഞ ഒരു സാധനം നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടു. അവിടെ നിന്ന് ഞാൻ തുടങ്ങുവാണ് ഈ കഥ. അവിടെ നിന്ന് ഞാൻ ഈ കഥ തുടങ്ങുവാണ്. എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, നിങ്ങളത് കേൾക്കണം. എനിക്ക് സബ്സ്ക്രൈബോ ലൈക്കോ ഷെയറോ ഒന്നും വേണ്ട. നിങ്ങളത് കേട്ടിട്ട് കമൻറ്റ് ചെയ്യണം. എൻ്റെ അന്നത്തെ വീഡിയോ അവിടെ ഉണ്ട്. ഞാൻ വന്ന് ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കൺഫേംഡ് ലിസ്റ്റുകൾ ആൾക്കാർ ഇടുമ്പോഴത്തേക്കും ഇളകി പൊട്ടി വരും. എന്തുകൊണ്ട്? ഈ പരിപാടി തുടങ്ങി വെച്ചതാരാ? ഷീലാവതി. അപ്പൊ ഷീലാവതിക്ക് പൊട്ടുവല്ലോ, പൊളിയുമല്ലോ. അപ്പൊ ഷീലാവതി എന്ത് ചെയ്തു? ഒരു ദിവസം ഫോൺ എടുത്തിട്ട് ഒരു സീസൺ 6 ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ചു. ഹലോ, എന്തെങ്കിലും, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞു വരുമ്പം. എന്തെങ്കിലും ആരെങ്കിലും കൺഫേംഡ് ആയോ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് ഒന്ന് തിരക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. ഷീലാവതി കോൾ വെക്കുകയാണ്. അടുത്ത സ്പോട്ടിൽ എൻ്റെ ഫോൺ അപ്പോൾ അവിടെ ഇരിക്കുന്നു. ഞാൻ ഫോൺ എടുക്കുന്നേ. അൻഷിഫ എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്താണ്. പറയും, എന്താ കാര്യം? ആർക്ക് കൺഫേംഡ് ആയി ഈ സീസൺ 7 അടിഞ്ഞോ? അപ്പം ഞാൻ ഇല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്ത് പറ്റി? പെട്ടെന്ന് എന്ത് പറ്റി? അത് നമ്മുടെ ഷീലാവതി ചേച്ചി ചോദിച്ച് ആരൊക്കെ കൺഫേംഡ് ആയി. അപ്പം ഞാൻ അൻസിഫിനെ വിളിച്ച് കേൾക്കാനും വിചാരിച്ച്. അപ്പം ഞാൻ അങ്ങനെയാണ് അൻസിഫിനെ വിളിച്ചത്. ഇത്രേ ഉള്ളൂ സംഭവം. നിങ്ങൾ ഈ പറയുന്ന വീഡിയോ ഇടുന്നില്ലെങ്കിലും നിങ്ങൾ ഇതാണ് തുടങ്ങി വെച്ചത്. നിങ്ങളാണ് ഈ സീസൺ 2 ഈ പരിപാടി തുടങ്ങി വെച്ചത്. നിങ്ങളുടെ ഒരു വോയിസ് ക്ലിപ്പ് യൂട്യൂബിനകത്ത് വന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ ചാനൽ ആരും കാണരുത്, എന്താണ് നമ്മൾ ഇങ്ങനെ സസ്പെൻസ് പൊട്ടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രതികരിച്ച നിങ്ങൾ, ഞാൻ ഡ്രസ്സൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ സൽമാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ അവിടെ പറഞ്ഞാണ് അവർ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ വോയിസ് ഉണ്ട്. അത് ഞാൻ തപ്പി പിടിക്കുന്നുണ്ട് ഞാൻ. മിക്കവാറും പലരും അത് കുത്തിപ്പൊക്കും. അങ്ങനെ പറഞ്ഞ ആളാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പം നന്ദി, ഞാൻ ലാലേട്ടൻ്റെ കൂടെ, ഇനി മുതൽ ഞാൻ ലാലേട്ടൻ്റെ കൂടെയാണ് മക്കളെ, ഞാൻ ലാലേട്ടൻ്റെ ബീബീൻ്റെ കൂടെയാണ് ലാലേട്ട. പക്ഷേ ഞാൻ സീസൺ 5 വരെ ഞാൻ എല്ലാം പറഞ്ഞു. 6 മുതൽ എനിക്ക് കിട്ടുന്നില്ല, എനിക്കൊന്നുമേ കിട്ടുന്നില്ല. അതല്ലേ ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അവർ അൻസിഫിനെയൊക്കെ വിളിച്ച് ചോദിച്ചത്. ഭയങ്കര നാണക്കേടല്ലേ, ഭയങ്കര അൻസിഫിൻ്റെ സ്പൂഫാണ്, ഞാൻ സമ്മതിക്കുന്നു. സ്പൂഫാണ്, ശരി തന്നെയാണ്. ഇന്ന് വരെ ഷീലാവതി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ സീസണുകളിൽ ജയിച്ചിട്ടുണ്ടോ? ഒരു സീസണുകളും ജയിക്കത്തില്ല. പ്രേക്ഷകരുടെ മുന്നിലേക്ക് കണ്ടസ്റ്റൻസിനെ പേഴ്സണലി ഹറാസ് ചെയ്യുകയും പേഴ്സണലി അവരുടെ ജീവിതം നശിപ്പിച്ചു കൊടുക്കുന്നത് മറ്റാരുമല്ല, ഈ പറയുന്ന ഷീലാവളിയാണ് ഈ പരിപാടിയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം അവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജാസ്മിനെയും ഗബ്രിയാണ്. അവർ കുറച്ച് അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, ശരി തന്നെയാണ്. ഇത് അവരെ സോഷ്യൽ മീഡിയക്ക് ഇട്ട് വിളമ്പി കൊടുത്തിട്ട് ഈ പറയുന്ന ഷീലാവതിയുടെ ഒരു വ്ളോഗ് ഉണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കണം. ഞാൻ അന്ന് കണ്ടപ്പോഴേ അത് ഓങ്ങി വെച്ചതാണ്. ഇപ്പം ഞാൻ ഒന്നുകൂടെ എടുത്ത് കണ്ടു നോക്കി, അവിടെ തന്നെ ഉണ്ട് ആ വ്ളോഗ്. അതിനകത്ത് രേവളി പറയുന്നത് എങ്ങനെയാണ്? രേവളി ഗബ്രി ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ. അപ്പൊ ഗബ്രി ഉടനെ ഇറങ്ങിയിട്ട് നമ്മളെ ഒത്തിരി എയറിലോട്ട് കയറ്റിവിട്ട ആളാണ് എന്നിങ്ങനെ. അപ്പം അതെ ഞാൻ എയറി കയറ്റി വിട്ടു, ഇനി അടുത്ത് എന്നെ എയറിലാക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ ലേഡി? നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരാളെ പറ്റി തോന്നിവാസമാണ് നിങ്ങൾ കഴിഞ്ഞ തവണ പടച്ചു വിട്ടത്. ഈ പ്രാവശ്യത്തെക്കാളും ഭൂലോക വിഷയമാണ് കഴിഞ്ഞ തവണ പടച്ചു വിട്ടത്. പക്ഷേ നിങ്ങൾക്ക് എവിടെ പറ്റിപ്പോയെന്നറിയാമോ? നിങ്ങൾക്ക് പറ്റിപ്പോയത് മെഡിക്കൽ ഇഷ്യൂ വന്നപ്പോൾ നിങ്ങൾ പെട്ടുപോയി. കാരണം ഒരു ഡോക്ടറായിട്ടിരുന്നിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങളല്ല വിളിച്ചു വാരി പറഞ്ഞത്. നിങ്ങൾ കള്ളങ്ങൾ പടച്ചു വിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. സീസൺ 2 സീസൺ 3 ഒക്കെ നിങ്ങളുടെ നല്ല റിവ്യൂ തന്നെയായിരുന്നു. സീസൺ 4 മുതലാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ചിന്തകൾ, പ്രത്യേകരായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യലുകൾ, PR പണി എടുക്കലുകൾ, ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ എൻ്റെ കുടുംബത്തെ പറഞ്ഞ്, എൻ്റെ വീട്ടുകാരെ പറഞ്ഞ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ കാര്യം കേൾക്കണം. നിങ്ങൾക്ക് എനിക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒന്നും വേണം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ അന്ന് വീഡിയോ ഇട്ടിരുന്നു. ഈ സീസൺ തുടങ്ങുന്നതിന് ഒരു 3-4 ദിവസം മുന്നേ റിവ്യൂവേഴ്സ് തമ്മിൽ അടിയായെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞത്? സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക ധൈര്യം വേണം. എനിക്ക് അതിനുള്ള ധൈര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഈ പറയുന്ന
ഷീലാവളിയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത് തന്നെയാണല്ലോ. അല്ലാതെ ഞാൻ ഈ പറയുന്ന അച്ഛനെയും വിളിച്ചിട്ടില്ല, അമ്മയെയും വിളിച്ചിട്ടില്ല, വേറെ ആരെയും വിളിച്ചിട്ടില്ല. സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വീഡിയോ ചെയ്യാനൊരു ധൈര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ എന്റെ അമ്മയും അച്ഛനെയും പറഞ്ഞ് വയ്യാതിരിക്കുന്ന എന്റെ അമ്മയും അച്ഛനെയും പറയുന്നു, തമ്പനയിൽ കയറ്റുന്നു, അടുത്ത മോണിറ്റൈസേഷൻ ഓണാക്കി തന്നെയല്ലേ നിങ്ങൾ ആ വീഡിയോ ഇട്ടത്? മോണിറ്റൈസേഷൻ ഓഫ് ആക്കാതെ ഒന്നും അല്ലല്ലോ ഇട്ടത്. കാണിക്കേ, ചൊണ്ണയുള്ള പെണ്ണാണെങ്കിൽ കാണിക്കേ. മോണിറ്റൈസേഷൻ അത്രയ്ക്ക് നിങ്ങൾക്ക് വിഷമമായാണ് നിങ്ങൾ അന്ന് ആ വീഡിയോ ഇട്ടതെങ്കിൽ നിങ്ങൾ തുറന്ന് കാണിക്കേണ്ട ഷീലാവളി. നിങ്ങൾ കാണിക്കേ, മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുന്ന ആ വീഡിയോയുടെ ലിസ്റ്റ് നിങ്ങൾ കാണിക്കേ. അതും എഡിറ്റ് ചെയ്യാത്തത്. ഇപ്പൊ AI ഒക്കെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളെ തന്നെയാണ് ഞാൻ ആ കേസിൽ പറയുന്നത്. അല്ലാതെ നിങ്ങൾ അച്ഛനെ കയറി വിളിക്കാനോ അമ്മയെ കയറി വിളിക്കാനോ തലയ്ക്ക് ബോധമില്ലാതല്ല ഞാൻ നടക്കുന്നത്. ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിനും പ്രത്യേക ഒരു ധൈര്യം വേണം. അപ്പം അയ്യോ എനിക്ക് കാശില്ല, ഞാൻ അതിന് വേണ്ടിയാണ് ചെയ്തത്. ശരിയായിരിക്കാം. പക്ഷെ ഞാൻ അന്നേരം ഈ പറഞ്ഞതുപോലെ നിങ്ങളെ മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾ അത് എനിക്ക് നേരെ തിരിച്ചുവിട്ട് ഇങ്ങനെ ഇത്രയും മോശമാണ് എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് പറഞ്ഞാലും കുറെ കള്ളക്കണ്ണീരും കൊണ്ടങ്ങി ഇറങ്ങും. ബിഗ് ബോസിനകത്ത് നിങ്ങൾ പോയി എവിടെ നിന്നില്ല, നിങ്ങൾ ആൾക്കാർ അടിച്ച് വെളിയിലെറിയും. കാരണം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഏഷണി, പരദൂഷണം, വിഷം തുപ്പൽ, മെയിൻ ഹോബി വിഷം തുപ്പൽ. കുറേ ദിവസമായിട്ട് ഞാൻ ഓങ്ങി നിങ്ങൾക്ക് ഇത് തരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കമന്റ് ബോക്സിൽ വന്ന അന്ന് മുതൽ. കാരണം നിങ്ങൾ അമ്മാതിരി സൈബർ അറ്റാക്കിനാണ് എന്നെ വിട്ടുകൊടുത്താൽ എനിക്ക് നല്ല പോരാ. കാരണം ഞാൻ നിങ്ങളെ പറഞ്ഞ സാധനമല്ല നിങ്ങൾ പടച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ കിടന്ന് കാണിക്കുന്ന പേയാട്ട് ഇത് ഈ പറയുന്ന ഞാൻ കുറേ വീഡിയോകൾ കണ്ടു. അതിൽ ബ്രോൻ്റെത് കണ്ടു, രാജണ്ണൻ്റെത് കണ്ടു, ഡാനിയുടേത് കണ്ടു, എന്താ പറയാ ഷഫീന ബീവിയുടെ കണ്ടു. എല്ലാവരുടെ വീഡിയോസും ഞാൻ കണ്ടു. ഇവരൊക്കെ പറയുന്നതിന് ഒരു ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമോ ലേഡി? നിങ്ങൾക്ക് അറിയാമോ ഷീലാവതി ഇതിന് ഉത്തരം കൊടുക്കാൻ? നിങ്ങൾ കൊടുക്കില്ല. കാരണം നിങ്ങളെ ഉത്തരം ഇല്ല. നിങ്ങൾ എന്ത് കൊടുക്കും? PR വാങ്ങിച്ചവരെങ്കിൽ അപ്പ പൈസ തിരിച്ചു മേടിക്കും. PR വാങ്ങിച്ചില്ല, അവർ അപ്പ പൈസ തിരിച്ചു മേടിക്കും. അതുകൊണ്ട് നിങ്ങൾ പറയത്തില്ല, നിങ്ങൾ മിണ്ടത്തില്ല. നിങ്ങൾ വന്നിരുന്ന് തിരിച്ച് എന്താ കൊണ അടിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ വന്ന് അടിച്ചോണ്ടിരിക്കുന്നത് തിരിച്ച് അവരുടെ മണ്ടയ്ക്ക്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ? രാജണ്ണന്റെ ഒരു വീഡിയോ ഇവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് സ്റ്റഡി ആയിട്ടിരുന്ന് റിവ്യൂ പറയാൻ പഠിക്കുന്നത്. ഒരു ഡോക്ടറാണോ നിങ്ങൾ? ഒരാൾക്ക് എന്തെല്ലാം കുറവുകളുണ്ടെന്നും എന്തെല്ലാം കുറ്റങ്ങളുണ്ടെന്നും മനസ്സിലാക്കി പെരുമാറി അവർക്ക് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഡോക്ടർ വന്നിരുന്ന് ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് നാണമുണ്ടോ ലേഡി? നിങ്ങൾക്ക് നാണമുണ്ടോ? കിട്ടിയല്ലോ, രായണനെന്ന് കിട്ടിയല്ലോ, ആട്ടിത്തുപ്പി വിട്ടല്ലോ. ഒരു ചോദിക്കുന്ന ആയുർവേദ ഡോക്ടർ നീയാ അയാളെ മിണ്ടാതിരിക്കുക. നീ സ്റ്റഡി ആയിട്ടിരുന്ന് ഇങ്ങനെ പറയാൻ നോക്ക് എന്ന് ഒരു ഡോക്ടറിന്റെ വായിന്ന് വരുന്ന വർത്താനമാണോ ഈ ലേഡിയുടെ വായിന്ന് വരുന്നത്? നിങ്ങൾ എവിടത്തെ ഡോക്ടറാ? നിങ്ങൾ രായണ കറക്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇവർക്ക് അന്ന് അനുമോളെ കുറിച്ച് ഇവർ പറഞ്ഞ പച്ച കള്ളത്തരം അത് പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ, എല്ലാം അങ്ങ് മാനേജ് ചെയ്തോളും. പുറത്തുള്ള ആൾക്കാർ എല്ലാം മാനേജ് ചെയ്തങ്ങ് വിട്ടോളും. ഇല്ല, നിങ്ങൾ ഉള്ള കാര്യം പറയും, അല്ലെങ്കിൽ ഉള്ളതിനെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തോ. ഇത് ഇല്ലാത്ത ഒരു ഡയലോഗൊക്കെ അവിടെ അങ്ങ് എഴുതി കയറ്റുന്നത്. ഞാൻ 4 ദിവസം എൻ്റെ ബുക്കാണ് എൻ്റെ ഇരിക്കുന്ന ബുക്ക് കാണും. എൻ്റെ കയ്യിലും ഉണ്ട്, നിങ്ങളുടെ മാത്രമല്ല. അതാ ഇരിക്കുന്നത് സീസൺ 7 ബുക്കാണ്. കണ്ട 7 ബുക്ക് ഇത് അടുത്തതാ. നിങ്ങൾ മലയാളം ബുക്ക് മാത്രമല്ലേ ഉള്ളൂ. കണ്ടോ സീസൺ 6, സീസൺ 5, തമിഴ് ബിഗ് ബോസ് എല്ലാം ഉണ്ട്. എല്ലാം നമ്മുടെ കയ്യിലും ഉണ്ട്. എൻ്റെ പൊന്ന് രേവളി, നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് വെറുതെ കിടന്ന് കൂത്താടണ്ട. ഇവിടെ നിങ്ങൾ മാത്രമൊന്നും അല്ല, നിങ്ങൾ ഇവിടുത്തെ ടീച്ചറല്ല, രാജമാത അല്ല. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളിവിടെ റിവ്യൂ ആണോ അതോ നിങ്ങളുടെ വ്യക്തി വൈരാഗ്യമാണോ തീർക്കുന്നത്, അതോ PR പണി എടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഷാനവാസിന് ഇഞ്ചർ പറ്റിയ കാര്യം അയാൾക്ക് ഇനി എന്തോ വരട്ടെ, അയാളുടെ ഭാഗത്ത് തെറ്റോ നെവിൻ ചെയ്ത തെറ്റോ എന്തോ ആവട്ടെ. ഒരു ഡോക്ടറായ നിങ്ങൾ അന്നേരം മട്പിറ്റി കളിച്ചപ്പോൾ ഒരു കുരു ഇല്ലല്ലോ എന്ന് പറയുന്ന ലെവലിലാണ് നിങ്ങൾ അത് വളച്ചു വിട്ടത്. അങ്ങനെ തന്നെയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ പൊന്ന് ഷീലാവളി രേവളി, ഞാൻ ഒരു കാര്യം, നിങ്ങൾ അടിയുണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു റിവ്യൂവേഴ്സ് ഉണ്ടോ നിങ്ങൾക്കിടയിൽ? ഉണ്ടോ ആരെങ്കിലും? നിങ്ങൾ എല്ലാവരുടെ കൂടെ ഉടക്ക് കൂടും, എല്ലാവരുടെ കൂടെ. കാരണം എന്താണ്? ഒടുക്കത്തെ കുശുമ്പ്. മലയാളം ബിഗ് ബോസിന്റെ റിവ്യൂ കൊണ്ടുവന്നത് സമ്മർ മീഡിയയാണ്. സീസൺ 1 സമ്മർ മീഡിയ കൊണ്ടുവന്നത്. സീസൺ 2 നിങ്ങളും രാജനും മൂപ്പനും എല്ലാവരും തുടങ്ങുന്നതെന്നാണ് എൻ്റെ ഓർമ്മയിൽ. സീസൺ 3 പിന്നെ എല്ലാവരും പതിയെ ഓരോന്നും തുടങ്ങി. ഞാനും 5 ആയപ്പോൾ എത്തി, 6 ഒക്കെ ആയപ്പോൾ ഒന്ന് പ്രോപ്പറായി വന്നു. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ പറയുന്ന റിവ്യൂവേഴ്സ് എടുത്ത് വഴക്ക് കൂടുന്നതിൻ്റെ ലക്ഷ്യം? നിങ്ങൾ എല്ലാവരും എയിം ചെയ്ത് വെച്ചിരിക്കുകയാണോ?
നിങ്ങൾ എയിം ചെയ്ത് വെക്കാണ്. നിങ്ങൾ അതിന് മാത്രം നിങ്ങൾ ഇല്ല, എയിം ചെയ്യാനൊന്നും നിങ്ങളില്ല. പക്ഷേ നിങ്ങൾ ഈ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തരങ്ങളും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തും പിന്നെ കമന്റ് ബോക്സ് നിങ്ങൾ എന്തിനു ഓഫ് ആക്കുന്നു? നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ, ചോണയുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ഓണാക്കി വെക്കുക തമ്പനയിൽ. അല്ല ഇത് കമന്റ് ബോക്സ് ഓണാക്കി വെക്കി, ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. എന്റെ കമന്റ്സിലൂടെയാണ് കേട്ടോ മാനിപ്പുലേഷൻസ് നടക്കുന്നത്. 1.5 കോടി ജനങ്ങൾ കാണുന്ന ബിഗ് ബോസിൽ 1 ലക്ഷം വ്യൂ ഉള്ള എന്റെ ചാനലിലാണ് മാനിപ്പുലേഷൻ. അതെ, മാനിപ്പുലേറ്റ് ചെയ്യുന്ന നിങ്ങളാണ് ലേഡി. നിങ്ങൾ എന്നിട്ട് എനിക്ക് 1.5 ലക്ഷം ഹൈപ്പ് കിട്ടി, 1.5 ലക്ഷം എനിക്ക് ഹൈപ്പ് കിട്ടി. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട്. എൻ്റെ പൊന്ന് ലേഡി, ശീലാവളി, രേവളി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വളി നിങ്ങൾ വെറും അത് തന്നെയാണ്, വെറും അങ്ങനത്തെ ഒരു ലേഡി തന്നെയാണ് നിങ്ങൾ. ഷഫീന ബീവി തന്നു വിട്ടല്ലോ, മതിയായല്ലോ, വേണ്ടെന്ന് പറയല്ലേ, അംഗീകരിക്കാതിരിക്കല്ലേ, അതിന് മറുപടി കൊടുക്കാതിരിക്കല്ലേ, മറുപടി കൊടുക്ക്. ഷബീന ബീവിയുടെ അടുത്ത് നിങ്ങളുടെ ഒരു കളിയും നടക്കൂല, ഒരു കളിയും നിങ്ങൾ ഷബീന ബീവി അടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. അവർ നിങ്ങളെ തേച്ചൊട്ടിച്ച് വിടും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ 1.5 ലക്ഷം ഹൈപ്പിന്റെ കാര്യം, ഈ ഹൈപ്പ് നിങ്ങൾ ഉണ്ടാക്കി, ഹൈപ്പ് ആൾക്കാർ തന്നെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ നിവർത്തിയില്ല, കമന്റ് ചെയ്യാൻ നിവർത്തിയില്ല. അപ്പൊ ഈ വീഡിയോ 4 ആൾക്കാരുടെ മുന്നിൽ എത്തിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? തുറന്ന് കാണിക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള വിഷം പുറത്തു വന്ന സീസണാണ് സീസൺ 7. എൻ്റെ പൊന്ന് ബിഗ് ബോസെ, നിങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ഈ ലേഡിയുടെ, ഈ കൂതറ ലേഡി വിളിച്ചു വാരി പറയുന്ന ഓരോരോ കാര്യങ്ങൾ വെളിയിൽ വന്നു. ആ വെളിയിൽ വന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സീസൺ 7. ഇവരുടെ വിഷം പുറത്തു വന്ന സീസണാണ് സീസൺ 7. നന്നായി, വളരെ നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ 1.5 ലക്ഷം ഹൈപ്പ് കിട്ടിയെന്ന് പറയുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ, സീസൺ 7 ഏറ്റവും കൂടുതൽ TRP കിട്ടിയത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുണ്ടായിട്ടാണോ? അല്ല. ഇമാതിരി വൃത്തികെട്ട പുഴുത്തൊരു സാധനം ഈ സീസൺ 7 പോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ നോക്കി അപ്പൊ എന്ത് വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞാലും, എന്ത് ചെറ്റത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാലും അത് ആൾക്കാർ വന്ന് എത്തി നോക്കുന്നത് സ്വാഭാവികം. അതിനെ കയറി എനിക്ക് 1.5 ലക്ഷം ഹൈപ്പ് കിട്ടി എന്ന് പറയുന്നതും, എൻ്റെ ദേഹത്ത് 10 കിലോ ചാണകം വാരി എറിഞ്ഞ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചു. എന്താ? അതായത് എനിക്ക് പൈസ തരാനുള്ളടത്ത് ഞാൻ എന്ത് പറഞ്ഞു? പൈസ തരണ്ട, അത് പൈസയാണ് കമന്റ് ബോക്സ്, പൈസ എനിക്ക് തരണ്ട, പകരം ചാണകം ഉണ്ട്. അപ്പൊ ആൾക്കാർ കമന്റ് ഇല്ല, അപ്പൊ പിന്നെ ചാണകം വാരി തേച്ച് വിട്ടിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഹൈപ്പ്, അതാണ് നിങ്ങളുടെ ഹൈപ്പ്. പിന്നെ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കേ, കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറയും. ആൾക്കാർ നിങ്ങളുടെ കള്ളത്തരം രേവളി ആൾക്കാർ കണ്ടുപിടിച്ചു. ശീലാവളി, നിങ്ങൾ ഇനി എത്ര രാജമാത ചമഞ്ഞാലും, ബിഗ് ബോസിന്റെ മാത ചമഞ്ഞാലും, നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സീസൺ 2 മുതൽ എവിക്ഷൻ ലീക്ക് ഔട്ടുകൾ തുറന്നു വിട്ടത്. സീസൺ 3 ആദ്യത്തെ ഒരു പ്രൊമോ ഒന്നല്ലോ, ഒരു സീസൺ 3 or 4 എന്താണ് 2 സായിപ്പ് 3 മദാമയൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് പ്രഡിഷൻ ലിസ്റ്റിൽ. അപ്പൊ രേവളി എന്നെയാണ് കേട്ടോ പറയുന്നത്, പറഞ്ഞു കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യമാണ് ബിഗ് ബോസ് പൊട്ടിച്ചല്ലോ, ഡൽഹിയിലേക്ക് പോകണ്ടേ, പലർക്കും വണ്ടി കയറി പോകണ്ടേ എന്നുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നുള്ളത് ഈ സോഷ്യൽ മീഡിയക്കകത്തുള്ള എല്ലാവർക്കും നിറയെ അറിയാം, നല്ലതുപോലെ അറിയാം. ഓക്കെ, എല്ലാവരും ആരെ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അവരവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നത്, ആ വീഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നാണ് എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും സ്ഥലം മാറി പോയിട്ടില്ല. രേവളി അലയ്ക്കാതെ തെളിവ് കൊണ്ടുവാ എൻ്റെ പൊന്ന് രേവളി. രേവളി വളി 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 രേവളി, ഞാൻ ഇങ്ങനെ പറയുള്ളൂ. കാരണം എനിക്ക് കിട്ടിയ ചാൻസ് ആണിത്. നിങ്ങളുടെ കള്ളങ്ങൾ തുറന്നു കളി. എൻ്റെ ഉണ്ട് വോയിസ്, എൻ്റെ നിങ്ങൾ എൻ്റെ കൂടെ വഴക്ക് കൂടിയ വോയിസ്. ഞാൻ എന്താണ് നിങ്ങളെ പറ്റി പറഞ്ഞത്? ഞാൻ പാമ്പാണല്ലേ, പാമ്പ്. ഇപ്പോഴാണ് ഞാൻ പാമ്പായത്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ പാമ്പ് തന്നെയാണ്. ഓക്കെ, സീസൺ 4 ഞാൻ ഒരു കാര്യം പറയാം. സീസൺ 4 എൻ്റെ എല്ലാ വോയിസുകളും ഉണ്ട്. സീസൺ 4 കഴിഞ്ഞിട്ട് അന്ന് എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. അൻസിഫ, ഈ സീസണെ പറ്റി എന്താ അഭിപ്രായം? അപ്പൊ ഞാൻ എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും രേവളി ബ്ലസ്ലിയെ പോലൊരു ബ്ലസ്ലി അവൻ എന്ത് വൃത്തികെട്ടവനാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തിരിച്ച് വോയിസ് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട് രേവളി, നിങ്ങളല്ലേ ഫോൺ പുതിയത് എടുത്തോളൂ. എൻ്റെ പുതിയതും പഴയതും ഒക്കെ ഉണ്ട്. പഴയതൊന്നും മറക്കുന്ന ആളല്ല ഞാൻ, നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാനിതെല്ലാം കൊണ്ട് വരാം, മറന്നു പോവല്ലേ, ഓർമ്മിക്കണേ. കേട്ടല്ലോ. പിന്നെ നെവിൻ പോകുന്നതിന് മുന്നേ നെവിനെ നിങ്ങൾ കോൾ വിളിച്ചോ? ബിഗ് ബോസിലേക്ക് പോകുന്നതിന് ഗെയിമൊക്കെ പറഞ്ഞ് കൊടുത്തോ? ഇതെങ്ങനെ അൻസി പറഞ്ഞെന്നായിരിക്കും. നിങ്ങൾ നെവിനെ വിളിച്ചോ? അത് പറ, നെവിനെ നിങ്ങൾ വിളിച്ചോ? എൻ്റെ ചോദ്യങ്ങൾ 3, ഇതിന് നിങ്ങൾ റിപ്ലൈ മാത്രം തന്നാൽ മതി. നെവിനെ നിങ്ങൾ ഫോൺ കോൾ ചെയ്തത് എന്തിന്? ഓൾ ദ ബെസ്റ്റ് പറയാനാണെന്ന് മാത്രം പറയല്ലോ കേട്ടോ. എങ്കിൽ ഞാൻ ബാക്കി കാര്യം പറയും. നെവിനെ ഫോൺ വിളിച്ചു. പിന്നെ ഈ പറയുന്നത് പോലെ ഷാനവാസിന്റെ കേസിൽ നിങ്ങൾ ആ മഡ്പിറ്റുമായിട്ട് സാമ്യം ചെയ്തത് എന്തിനാണ്? അനുമോളുടെ കേസിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണ്? ഈ 3 ചോദ്യത്തിന് മാത്രമേ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ ഒരു ചോദ്യത്തിന് ഉത്തരം വേണം. ചീട്ട് കീറാൻ, അയ്യോ രേവതിയുടെ ഒരു ചീട്ട് നിൽക്കേ, ഞാൻ ഒന്ന് രേവതിയുടെ ഒരു ചീട്ട് എടുത്തോട്ടെ. കാരണം ഇപ്പൊ കുറെ പേരുടെ ചീട്ടൊക്കെ കീറുന്നുണ്ട്. ഡോക്ടർ ആകുമ്പോൾ എന്തായാലും ചീട്ട് കീറണം.
അപ്പം ഞാൻ എന്തായാലും ഒരു ചീട്ട് എഴുതിയിട്ട് ഇപ്പോൾ ഇതാ ലൈവായിട്ട് തന്നെ ഒരു ചീട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ ഡോക്ടറിന് എന്ത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എന്തൊരു ഡോക്ടർ ശീലാവതി ചീട്ട് ഇങ്ങനെയാണോ കീറുന്നേ അതോ ചിലപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇങ്ങനെ രേവളി ശീലാവതി കീറി ഇതിനുള്ള മറുപടി എനിക്ക് എനിക്ക് വേണം. നിങ്ങൾ അലക്കൂല കാരണം എനിക്കിപ്പോൾ റീച്ച് ഇല്ലാതിരിക്കുകയല്ലേ അപ്പോൾ നിങ്ങൾ അലക്കൂല എനിക്ക് അറിയാം നിങ്ങൾ അലക്കൂല. പോട്ടെ വണ്ടി വിട് ഓക്കെയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കല്ലേ, കമൻറ്റ് ചെയ്യണം. 4 ആൾ അറിയണം കേട്ടോ. ഓക്കെ അപ്പം ശരി, ബൈ.